അന്ന് ചെറിയ മഴയുണ്ടായിരുന്നു. ജോലി കഴിഞ്ഞ് ഞങ്ങൾ റൂമിലായിരുന്നു. പെട്ടെന്നാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. സലാമേ, ഇങ്ങനെ കാണാപ്പാടം പഠിച്ച് പറയുന്ന പോലെ പറയണ്ട. താൻ പറയുന്നത് സത്യമായതുകൊണ്ട് തൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ മതി. ജഡ്ജ് അവിടെ പ്രസംഗ മത്സരത്തിന് മാർക്കിടാനിരിക്കുന്ന ആളൊന്നും അല്ലല്ലോ, ഇല്ലേ ഹരീഷേ? പറഞ്ഞേ, ഒന്ന് സാധാരണ പറയും പോലെ പറഞ്ഞേ. മഴ പെയ്യുന്ന കണ്ടപ്പോൾ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയൊന്ന് ഞങ്ങൾക്ക് സംശയം തോന്നി. അത് തീർക്കാനായിട്ട് സൈറ്റിലേക്ക് തിരിച്ചു നിന്നു. അപ്പോൾ അരണ്ട വെളിച്ചത്തിൽ ഇയാൾ ഓടിപ്പോകുന്ന കണ്ടു. അത് ഇയാൾ തന്നെ, എനിക്കുറപ്പാണ്. യുവർ ഓണർ, ഇയാൾക്ക് ആള് മാറിയതാണ്. അല്ലെങ്കിൽ ഹി ഈസ് ലൈയിങ്. ഡിഫൻസ്, പ്ലീസ് കൺട്രോൾ യുവർ ക്ലയന്റ്. സോറി യുവർ ഓണർ. സാർ പ്ലീസ്. ആരൊക്കെയോ ഇതിന്റെ പിന്നിലുണ്ട് സാർ, എന്നെ ഒന്ന് വിശ്വസിക്കണം. മാഷ് കുറ്റക്കാരനല്ല എന്ന് എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് നിങ്ങൾക്കെതിരെയുള്ള തെളിവുകൾ. ഞാൻ എന്ത് ചെയ്യാനാണ്? എല്ലാം ഫാബ്രിക്കേറ്റഡ് ആണ് സാർ. എവരിതിങ് ഈസ് ഫാബ്രിക്കേറ്റഡ്. DNA ടെസ്റ്റ് ചെയ്ത് താങ്കളാണോ? യെസ് സർ. അതൊന്ന് ഡീറ്റെയിൽ ചെയ്യാമോ? ഇയാളുടെ DNA-യും വിക്ടിമിന്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയ സെമന്റെ DNA-യും ഒന്ന് തന്നെയാണ്. റിപ്പോർട്ട്സ് എല്ലാം വി ഹാവ് സബ്മിറ്റഡ് ടു ദ പോലീസ്. ഈ സംഭവം നടന്ന സമയത്ത് പ്രതി നിങ്ങളുടെ കൂടെ തന്നെ മുഴുവൻ സമയവും ഉണ്ടായിരുന്നു? ഫുൾ ടൈം ഞങ്ങളോടൊപ്പം ഇല്ലായിരുന്നു സർ. നിശാന്ത് സാർ ഇടയ്ക്ക് ഈ സംഭവം നടന്നു എന്ന് പറയുന്ന സമയത്ത് ഒന്ന് പുറത്തു പോയിട്ട് വന്നായിരുന്നു. വിദ്യാർത്ഥിനി പീഡന കേസിന്റെ വിധി ഇന്ന് എറണാകുളം സെഷൻസ് കോടതി പ്രഖ്യാപിക്കും. പ്രതിയായ നിഷാന്തിനെതിരെ പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകളും മറ്റ് ശാസ്ത്രീയ അതീവ ഗൗരവകരമായ ഈ കുറ്റം പ്രതി ചെയ്തിട്ടുണ്ടെന്ന് നിസ്സംശയം തെളിഞ്ഞിരിക്കുന്നു. ഇയാളുടെ കുറ്റത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കുന്നു. വിദ്യാർത്ഥിനി പീഡന കേസിൽ പ്രതിയായ നിശാന്ത് കുറ്റക്കാരനാണ് എന്ന് എറണാകുളം സെഷൻസ് കോടതി വിധിച്ചു. കുറ്റവാളിയായ നിശാന്തിന് ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചത്. പീഡനത്തിനിരയായ പെൺകുട്ടിയെ അതിക്രൂരമായ രീതിയിലാണ് കുറ്റവാളിയായ നിശാന്ത്. You did a mistake, sir. ഇല്ല നിശാന്ത്, യു ഡിഡ് എ ക്രൈം ആൻഡ് ഇറ്റ്സ് നോട്ട് മൈ മിസ്റ്റേക്ക്. ഇറ്റ് cannot be my mistake. Tear my soul, you hold. Watch me bleed, I know. Judge me now, oh my downfall. Teresa? Teresa, wake up. Time to go for a walk now. മോളെ, ഇന്നലെ വന്നില്ല, ഇന്നും വരുന്നില്ല. What's the plan, Teresa? Becoming lazy day by day. Don't allow this old man to walk alone in the morning. ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് മര്യാദയ്ക്ക് എഴുന്നേറ്റ് റെഡി ആയിരിക്കണം. ഓക്കെ? ഡോണ്ട് മേക്ക് മീ ടേക്ക് മൈ ഗൺ.
is weighing me down. You left with the colors, I slid to the black. Now I feel so lost. Life can get too hard. Shadowed by the gray, but I'll move on. Teresa? 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 Teresa, Papa's coming. Teresa? 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 Hey, who are you? Where's my daughter? Huh? What did you do to my daughter? Para! Tell me, man! What? Oh! No, don't! Please! സാറേ ഹരീഷേ, മന്ത്രി മാത്യു സാറിനെതിരെ ഈ അടുത്ത ദിവസം കൊടുക്കാൻ പോകുന്ന മൊഴിയുണ്ടല്ല, അതൊന്നും മയപ്പെടുത്തണമല്ലോ. വണ്ടി പിടിച്ചപ്പാ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചില്ലേ? അത് വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ മതി. സാറ് കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കണമല്ലേ? ഭാര്യയും പിള്ളേരൊക്കെ ഉള്ളതല്ലേ സാറേ? വിട്ട് കള സാറേ അങ്ങാട്ട്. തന്നെ ഞാൻ എടുത്തോളാ സാറേ. നമ്മുടെ ഡോളർ മന്ത്രിയുടെ ആൾക്കാരാ. മാത്യു മന്ത്രി രാജിവെക്കേണ്ടി വന്നു. അല്ല, ഇനി തിരിച്ചു കയറാമെന്ന് വലിയ പ്രതീക്ഷയില്ല. അതിന് കണ്ടെത്തിയ മാർഗം കൊള്ളാം. മാഷേ, കോളടിച്ചല്ലോ. എന്നാ ഇറങ്ങാണല്ലോ അല്ലേ? കണ്ടീഷൻ വളരെ മോശമാണ് സാർ. പലപ്പോഴും ഞങ്ങളെ കണ്ടാൽ തന്നെ തിരിച്ചറിയില്ല. ചിലപ്പോൾ വല്ലാതെ വയലൻറ്റും ആവും. ഈ അൽഷിമേഴ്സ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. കേണലിനെ കാണിക്കുന്നത് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ അജിത് കുമാറിനല്ലേ? എന്തായാലും ഞാനൊന്ന് ഡോക്ടർ അജിത്തിനെ കാണുന്നുണ്ട്. ഡോസേജ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ പറയാം. ഓക്കെ. സാറേ തെരേസയുടെ കണ്ടീഷനിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ? ഇറ്റ്സ് ഓൾമോസ്റ്റ് 7 years now. കോമയിൽ ഒരു 6 മാസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഓർഗൻസ് മസിൽസിനൊക്കെ ബാധിക്കും. വെന്റിലേറ്റർ മാറ്റുന്നതോടുകൂടി തെരേസ മരിക്കും. തനിക്കറിയാവുന്നല്ലേ, താൻ മെഡിക്കൽ ഫീൽഡല്ലേ?